ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ് ഫാദർമാൻഷിപ്പ് എന്താണ് ഷാഫി പറമ്പിൽ കൈയൊഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ഷാഫി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നില്ല. അതേസമയം ഉയർന്ന പരാതികളെക്കുറിച്ച് അതിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ മിണ്ടുന്നില്ല. പാർട്ടി നിലപാടുകളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റപ്പെടുത്താനോ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനോ ഒന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല. പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. അതേസമയം പരാതികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ നിരപരാധിയാണെന്നോ അപരാധിയാണെന്നോ ഒന്നും അദ്ദേഹം പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു മാധ്യമങ്ങളുള്ള പ്രതികരണത്തിൻ്റെ ഒരു അനുരണനമാണോ, ഒരു റിഫ്ലക്ഷനാണോ മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്ന മറ്റൊരു ഓഡിയോ സന്ദേശം? ആ ഓഡിയോ സന്ദേശത്തിൽ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ സംഭാഷണത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഈ പുറത്തു വരുന്നതെന്നാണ് ഉള്ളതാണ്. ഒരു തവണ നടത്തിയ സംഭാഷണം അതിൻ്റെ പല ഭാഗങ്ങളായിരിക്കാം. ഒരു പക്ഷേ ഇതിൻ്റെ തുടക്ക ഭാഗമായിരിക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാവുക, അതിന് ശേഷമുള്ള ഭാഗമായിരിക്കും ആദ്യം പുറത്തു വന്നിട്ടുണ്ടാവുക, നമുക്കറിയില്ല. പക്ഷെ ഒറ്റ സ്രോതസ്സിൽ നിന്നാണ് ആ സന്ദേശം പുറത്തു വരുന്നത്. ആ സംസാരിച്ച പെൺകുട്ടി ആരാണെന്ന് ആർക്കും അറിയില്ല, ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് അതിലൊരു അവ്യക്തതയുണ്ട്. ആ ശബ്ദം മാത്രമേ ഉള്ളൂ, ആരോടാണ് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് പുറത്തു വന്ന സംഭാഷണത്തിൽ വരുന്ന ഒരു കാര്യം അബോർഷന് നിർബന്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അബോർഷനെ നിർബന്ധിക്കുക എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു. ഞാൻ ഈ ടെറസിൽ നിന്ന് ചാടി ചാവുമെന്ന് പറയുന്നു. അതുപോലെ ഒരു തരത്തിലുള്ള എന്താ പറയുക, നമ്മളെന്താണ് പറയുക, എമ്പതി ഉണ്ടല്ലോ, ഒരു എമ്പതി ഇല്ലാത്ത സംസാരമാണ് രാഹുലിൻ്റെ എന്ന് തോന്നിക്കുന്ന ശബ്ദത്തിലുള്ളത്. അതായത് ആ പെൺകുട്ടി സംസാരിക്കുന്നതാണ്, ഞാൻ ഇപ്പോൾ ഗർഭിണിയാണ്, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ തീരുമാനിക്കുകയാണ്. അതാണ് രാഹുലിനെ അസ്വസ്ഥനാക്കുന്നത്. രാഹുലാണെങ്കിൽ മറുവശത്തുള്ള പുരുഷനെ അസ്വസ്ഥനാക്കുന്നു. അപ്പോൾ പറയുന്നു എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അയാൾ സംസാരിക്കുന്നത് മൊത്തം എന്നെക്കുറിച്ചാണ്. അതായത് രണ്ടുപേർ തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട ഒരാൾ ഗർഭിണിയാവുകയും ആ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് പ്രസവിക്കണോ അതല്ല അബോർട്ട് ചെയ്യണം എന്നുള്ളൊരു തർക്കത്തിൽ ഇയാളുടെ കൺസേൺ മുഴുവൻ തന്നെക്കുറിച്ച് മാത്രമാണ്. എൻ്റെ ഭാവി എന്താവും ആ കുഞ്ഞ് ജനിച്ചു വളർന്നാൽ എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ് ഞാൻ വളർത്തും, തനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതിൽ, എനിക്ക് കുഞ്ഞിനെ വളർത്താറ്, എനിക്ക് ഈ കുഞ്ഞോട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഈ സംസാരം ആ എതിർവശത്ത് നിന്ന് സംസാരിക്കുന്ന പുരുഷൻ്റെ സ്ത്രീകളോടുള്ള മനോനിലയെ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒന്നാണ്.